പാലക്കാട് ജില്ലാ പഞ്ചായത്ത് LDF നിലനിർത്തി. LDF കുത്തകയായിരുന്ന പല ഗ്രാമപഞ്ചായത്തുകളും UDF പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പട്ടാമ്പി, ചിറ്റൂർ മുനിസിപ്പാലിറ്റികളൊക്കെ UDFന് തിരിച്ചുപിടിക്കാൻ സാധിച്ചു. പാലക്കാട് നഗരസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് LDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. പക്ഷേ പാലക്കാട് നഗരസഭ തിരിച്ചെടുക്കാൻ BJPയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ സാധിച്ചു. അത് BJPയിലുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ നിലനിന്നത് വലിയ തിരിച്ചടിയായി NDAക്ക് എന്നാണ് കരുതുന്നത്. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, പാലക്കാടിനെ സംബന്ധിച്ച് മാറ്റം മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പല രീതിയിലാണ്. BJPക്ക് വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. UDFന് കൈവിട്ടുപോയതെല്ലാം തിരിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ നഗരസഭ എങ്ങനെയായിരിക്കും എന്നാണ്. ഇടതുകോട്ടയായ പാലക്കാട് ഇത്തവണ UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ വെറും 3 സീറ്റ് മാത്രമായിരുന്നു UDFന് ഉണ്ടായത്. അത് ഇത്തവണ 12 ആക്കി ഉയർത്താൻ കഴിഞ്ഞു. പുതുതായി 2 ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടി നേടി. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 4 ആക്കി ഉയർത്തി. ഈ CPMനെ സംബന്ധിച്ചിടത്തോളം എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുത്തതാണ് അവർക്ക് വലിയ നേട്ടം. ഒയാസിസ് കമ്പനിയുടെ വിവാദം ഉൾപ്പെടെയുള്ള ഒരു പശ്ചാത്തലത്തിൽ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുത്തു. CPMന്റെ പല കോട്ടകളും തകർത്തത് NDA കൂടിയാണ്, BJPയാണ്. അകത്തേത്തറ പഞ്ചായത്തിലും അതുപോലെ തന്നെ പുതൂർ പഞ്ചായത്തിലും BJP ഭരണം നിലനിർത്തി. നഗരസഭകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ചിറ്റൂർ, പട്ടാമ്പി നഗരസഭകൾ UDF തിരിച്ചു പിടിച്ചു. പാലക്കാട് നഗരസഭയിൽ ആർക്കും തന്നെ കേവല ഭൂരിപക്ഷം ഇല്ല. 25 സീറ്റാണ് നിലവിൽ ഉള്ളത്. 20 BJPക്കുള്ളത്. 27 സീറ്റാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. എന്തായാലും കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഒരുപക്ഷെ ഭരണം തുടരാനാണ്, ഭരിക്കാനാണ് സാധ്യത. ഇതിന് പ്രധാനപ്പെട്ട കാരണം LDFും UDFും സ്വതന്ത്രനായ റഷീദും ചേർന്ന് കഴിഞ്ഞാൽ മത്സരിക്കാം, ഇവർക്ക് ഭരണം ഉറപ്പാക്കാൻ കഴിയും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത്തരമൊരു നീക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് LDFന്റെയും UDFന്റെയും പല നേതാക്കളുടെയും തീരുമാനം. ഈ ചിറ്റൂരും അതോടൊപ്പം തന്നെ മണ്ണാർക്കാട്, പട്ടാമ്പി എന്നിവയാണ് നഗരസഭകൾ UDFനൊപ്പം ഉള്ളത്. ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകളിൽ ഭരണം LDFന് തന്നെയാണ്. ഒറ്റപ്പാലത്തും ഷൊർണൂരും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിയുകയും ചെയ്തു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിവിൽ നിന്ന് വിപരീതമായി കുറച്ച് നേട്ടം അത്